അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. സുന്നികളും പുത്തൻ പ്രസ്ഥാനക്കാരും തർക്കത്തിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്തിഗാസ. ഇസ്തിഗാസ എന്ന പദത്തിൻ്റെ അർത്ഥം സഹായം തേടുക, സഹായം അഭ്യർത്ഥിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ സാങ്കേതിക അർത്ഥം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപൽ ഘട്ടങ്ങളിൽ മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത മുഅ്ജിസത്ത്, കറാമത്ത് മുഖേന അവർ നമ്മെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ മഹാന്മാരോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഈ ഇസ്തിഗാസയെക്കുറിച്ചാണ് നാടുനീളെ പുത്തൻ പ്രസ്ഥാനക്കാർ അത് കുഫ്റാണ്, ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്നാൽ ഇസ്തിഗാസ എന്നത് തർക്ക വിഷയമേ അല്ല. കാരണം ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ, എന്ന് പറഞ്ഞാൽ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരു അമ്പിയാക്കളുടെ കാലഘട്ടത്തിലും ഇസ്തിഗാസക്കെതിരെ ആരും രംഗപ്രവേശനം നടത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഉത്തമ നൂറ്റാണ്ടുകാർ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ നൂറ്റാണ്ടുകാർ അത് എൻ്റെ നൂറ്റാണ്ടാണ്, ശേഷം അതിനോട് തുടർന്ന നൂറ്റാണ്ടാണ്, അതിനുശേഷം ആ നൂറ്റാണ്ടിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന നൂറ്റാണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആദ്യ 3 നൂറ്റാണ്ടുകളിലും ഇസ്തിഗാസ തർക്ക വിഷയമല്ല. ശേഷം 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും 6-ലും 7-ലും ഒന്നും ഇസ്തിഗാസ തർക്ക വിഷയമായിരുന്നില്ല. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ഏകകണ്ഠമായി ആചരിച്ച് പോകുന്ന കർമ്മമാണ് ഇസ്തിഗാസ എന്നത്. ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ കൊണ്ടുവരുന്നത് കാണാം. ഇമാം ഫാക്കിഹാനി, അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഫജ്റുൽ മുനീർ. ആ ഫജ്റുൽ മുനീറിൻ്റെ 263-ാമത്തെ പേജിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി കാണാം. യഅലം അന്ന അവ്വല മൻ ഇസ്തഗാസ ബിനബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അബൂന ആദം അലൈഹിസ്സലാം. യഅലം, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദ്യമായി ഇസ്തിഗാസ നടത്തിയത് അത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളാണ് ആദ്യമായി ഇസ്തിഗാസ നടത്തുന്നത്. ആ ഇസ്തിഗാസ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ഏകകണ്ഠമായി അനുവർത്തിച്ച് പോന്ന കർമ്മമാണ്. ഇസ്തിഗാസക്കെതിരെ ആദ്യമായി രംഗപ്രവേശനം നടത്തുന്നത്, ഇസ്തിഗാസക്കെതിരെ ആദ്യമായി അപശബ്ദം മുഴങ്ങുന്നത് അത് ഹിജറ 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ എന്ന വ്യക്തിയാണ് ഇസ്തിഗാസ എതിർത്തുകൊണ്ട് ആദ്യമായി രംഗപ്രവേശനം നടത്തുന്നത്. അങ്ങനെ ഇസ്തിഗാസക്കെതിരെ ഇബ്നു തൈമിയ രംഗപ്രവേശനം നടത്തിയപ്പോൾ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരുടെ, ഉലമാക്കളുടെ, ഇമാമിങ്ങളുടെ കിതാബുകൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതിനുശേഷം ജീവിച്ച മഹാന്മാരെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കിതാബുകളിൽ ഇസ്തിഗാസ സമർത്ഥിച്ചുകൊണ്ടുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്തിഗാസയെ സമർത്ഥിച്ചുകൊണ്ടുള്ള കിതാബുകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഇബ്നു തൈമിയയെ ഗണ്ണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ ഇബ്നു തൈമിയയുടെ ഈ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് കിതാബ് എഴുതി. കിതാബിൻ്റെ പേര് തന്നെ ശിഫാ ഉസ്സഖാം, രോഗത്തിനുള്ള മരുന്ന്, രോഗത്തിനുള്ള ശമനം എന്ന നിലക്കാണ് ബഹുമാനപ്പെട്ടവരുടെ ആ കിതാബിൻ്റെ പേര് തന്നെ. ഇബ്നു തൈമിയക്ക് അങ്ങനത്തെ ഒരു രോഗം പിടിപെട്ടു.
ആ രോഗം മറ്റാർക്കും പിടിപെടാൻ പാടില്ല എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ എഴുതിയ കിതാബാണിത്. ബഹുമാനപ്പെട്ടവർ അതിൽ പറയുന്നത് കാണാം, ഇബ്നു തൈമിയ്യ ഇത്തരം ഒരു വാദം ഉന്നയിച്ച സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ഗണ്ണിച്ച് മറുപടി എഴുതി. യഅലം അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽഇസ്തിഗാസതു വത്തശഫഉ ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഅലം അറിഞ്ഞോളണം, അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽഇസ്തിഗാസതു വത്തശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടലും അവിടത്തെ തവസ്സുലാക്കലും അവിടത്തോട് സഹായം അഭ്യർത്ഥിക്കലും ഇസ്തിഗാസ നടത്തലും അത് അനുവദനീയമാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ശേഷം പറയുന്നത് കാണാം, വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീദീനിൻ. ഇത് പുണ്യകർമ്മമാണ് എന്നത് ദീനുള്ളവരുടെ ഇടയിൽ അത് അറിയപ്പെട്ട കാര്യമാണ്. വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാനി വലാ സുമിഅ ഫീ സമനിൻ മിനൽ അസ്മാനി. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ കാലഘട്ടത്തിൽ ഇസ്തിഗാസക്കെതിരെ ശബ്ദമുയർന്നിട്ടില്ല. ഇസ്തിഗാസയെ എതിർത്തുകൊണ്ടുള്ള ശബ്ദം കേൾക്കപ്പെട്ടിട്ട് പോലുമില്ല. ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നത് വരെ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ്യയാണ് ഇസ്തിഗാസക്കെതിരെ ആദ്യമായി രംഗപ്രവേശനം നടത്തിയത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി? ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ബിദഈകൾ പോലും അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചു. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിൻ്റെ 9-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. 9-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകനായിട്ടാണ് അവർ പോലും പരിചയപ്പെടുത്തിയത്. ആ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ അവിടുത്തെ ഫത്താവയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. അവിടത്തോടൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എന്തായിരുന്നു ചോദ്യം? മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസയുടെ വിധി എന്താണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി അവിടുത്തെ ഫത്താവയിൽ കാണാം. എന്താണത്? അന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസുൻ. അംബിയ മുർസലുകളോട്, ഔലിയാക്കളോട്, ഉലമാക്കളോട്, സ്വാലിഹീങ്ങളോട് നടത്തുന്ന ഇസ്തിഗാസ, അതിൻ്റെ വിധി അത് അനുവദനീയമാണ് എന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. മാത്രമല്ല തുടർന്ന് പറയുന്നു, വലിർ റുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം. അംബിയ മുർസലുകൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അവർക്ക് അവരുടെ മരണശേഷവും സഹായിക്കാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ സഹായിക്കാൻ കഴിയുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു. എന്താണ് കാരണം? ലി അന്ന മുഅ്ജിസത്തൽ അംബിയാഇ വകറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം. അംബിയ മുർസലുകളുടെ മുഅ്ജിസത്തുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ അതൊന്നും അവരുടെ മരണത്തോടെ മുറിഞ്ഞു പോകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അപ്പോൾ ഇസ്തിഗാസയെ എതിർക്കലാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത്. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം അനുവർത്തിച്ചു പോകുന്ന കർമ്മമാണ്, പുണ്യകർമ്മമാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസക്കെതിരെ രംഗപ്രവേശനം നടത്തലാണ്, ഇസ്തിഗാസക്കെതിരെ അപശബ്ദം മുടക്കലാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലായി. ആ ഇസ്തിഗാസക്കെതിരെ ആദ്യമായി രംഗപ്രവേശനം നടത്തിയതാകട്ടെ പുത്തൻ പ്രസ്ഥാനക്കാർ അവരുടെ നേതാവായി, അവരുടെ ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യയാണ്. ആ ഇബ്നു തൈമിയ്യ ഇത്തരം ഒരു വാദം എന്തുകൊണ്ടാണ് ഉന്നയിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദുററുൽ കാമിനയിൽ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ ഇത്തരം ഒരു വാദം പറഞ്ഞത്?
അത് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തഗാസു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തരുത് എന്ന് ഇബ്നു തൈമിയ പറയുന്നത് കാണാം. ആ പറഞ്ഞതിനെ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. വഅന്ന ഫീ ദാലിക തൻഖീസൻ വമൻഅൻ മിൻ തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രയോഗത്തിൽ, ഇബ്നു തൈമിയയുടെ ഈ വാദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തെ നിന്ദിക്കലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തെ നിന്ദിക്കൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല ഹഖ് ഹഖായും ബാത്തിൽ ബാത്തിലായും മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ബിദ്അകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.